പുതിയൊരു കഥയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നക്ഷത്രം വിശാഖമാണ്. ദിവസത്തിന്റെ തുടക്കത്തിൽ അല്പം ചോതി വീണ് കിടപ്പുണ്ട് എന്ന് മാത്രം. ഇത്തവണ എല്ലാ ഓണനാളുകളും ഇങ്ങനെ തന്നെയാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലായി കൊണ്ടാടപ്പെടുന്ന വലിയ ആഘോഷമാണ് ഓണം. കൊയ്ത്തുത്സവമാണ്. മഹാബലി ചക്രവർത്തിയെ സ്വീകരിക്കാനുള്ള ഉത്സവവുമാണ്. കേരളം കണ്ട ഏറ്റവും മഹാനായ ഭരണാധികാരി എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാനും അവരുടെ സന്തോഷം നേരിട്ട് അറിയാനുമായി പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ എത്തുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കഥകളും ചരിത്രവുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്പം ഒരു ഫാന്റസി കലർന്ന ഇത്തരം കഥകളാണ് നമ്മുടെ നിത്യജീവിതത്തിന് രസമേകുന്നത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിവസവും അതാതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓരോ ദിവസമായി പൊതുവായി ഒന്ന് നോക്കി വരാം. ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം. മഹാബലി ചക്രവർത്തിയുടെ കേരള സന്ദർശനത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസം എന്ന നിലയ്ക്കും പൂക്കളം ഇട്ടു തുടങ്ങുന്ന ദിവസം എന്ന നിലയ്ക്കും അത്തം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തത്തിനിടുന്നത് കൊണ്ടാണ് പൂക്കളത്തെ നമ്മൾ അത്തപ്പൂക്കളം എന്ന് വിളിക്കുന്നത്. അത്തപ്പൂക്കളത്തിൽ സാധാരണയായി ഒരു നിരപ്പൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും നിരയുടെ എണ്ണം കൂടി വരും, ഒപ്പം തന്നെ പൂക്കളത്തിന്റെ വലിപ്പവും. ചിത്തിരനാളിൽ ഓണമൊരുക്കുക എന്നതാണ് പ്രധാന ജോലി. ഓണത്തിന് മുന്നോടിയായി നമ്മുടെ വീടും ചുറ്റുപാടും വൃത്തിയാക്കുന്നതിനെയാണ് ഓണം വരുത്തുക എന്ന് പറയുന്നത്. മഹാബലിയെ വരവേൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും വൃത്തിയായി സൂക്ഷിക്കണമല്ലോ. മുറ്റവും പരിസരവും മാത്രമല്ല, പറമ്പും ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ തീ കൂട്ടി വൃത്തിയാക്കാറുണ്ട്. അടുത്ത ദിവസമാണ് ചോതി. വീട്ടിലുള്ളവർക്കും സഹായികൾക്കും ഒക്കെ ഓണക്കോടികൾ എടുക്കുന്ന ദിവസം ചോതിയായിരുന്നു. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാലമാണ് ഇപ്പോൾ. വസ്ത്രം വാങ്ങാനാണെങ്കിലും മറ്റെന്തെങ്കിലും ഗൃഹോപകരണങ്ങൾ വാങ്ങാനാണെങ്കിലും ഒന്നും കടയിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. എങ്കിൽ പോലും ഒരു ആഘോഷം, പ്രത്യേകിച്ച് ഓണമൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി ആ ഒരു ഓളമൊക്കെ അറിയുന്നതാണ് എല്ലാവർക്കും, മുതിർന്ന തലമുറയ്ക്ക് പ്രത്യേകിച്ചും ഒരു രസം. അതുകൊണ്ട് തന്നെ ചോതി നമ്മളൊരു ഷോപ്പിംഗ് ഡേ ആയി മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം വിശാഖമാണ്. വിശാഖം വിപണന അല്ലെങ്കിൽ വിളവെടുപ്പ് ഉത്സവമായതിനാൽ ഒരു വിപണന മേള അല്ലെങ്കിൽ വിപണന ദിവസമായിട്ടാണ് വിശാഖത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചന്തകളിൽ പച്ചക്കറികളും മറ്റു നടുതലകളും ഒക്കെ വിൽപ്പനയ്ക്ക് ധാരാളം വരുന്ന ദിവസവും ഓണസദ്യ ഒരുക്കാനായി അത് വാങ്ങാനായി വീടുകളിൽ നിന്ന് ആൾക്കാർ പോകുന്നതും മുൻപൊക്കെ വിശാഖത്തിനായിരുന്നു. ഓണസദ്യയും മലയാളിയും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. 24 അതിലധികമോ വിഭവങ്ങളുള്ള ട്രഡീഷണൽ ഓണസദ്യ മുൻപൊക്കെ എല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കുകയായിരുന്നു പതിവ്. ഇന്നിപ്പോൾ കേറ്ററിംഗ് യൂണിറ്റുകളും സദ്യ കിറ്റുകളും ഒക്കെ ധാരാളം വന്നതോടുകൂടി വീട്ടമ്മമാരെ അടുക്കളയിൽ തളച്ചിടാതെ ഓണസദ്യ വാങ്ങുക എന്നൊരു പതിവ് വളരെ സാധാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും പച്ചക്കറി ചന്തയിലെ ആ ഒരു സമൃദ്ധിയും ഒരു രസവും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങാൻ ഒന്ന് ചന്തയിൽ പോവുക, അല്ലെങ്കിൽ വെറുതെയെങ്കിലും ഒന്ന് കറങ്ങിയാൽ അതൊരു രസം തന്നെയാണ്. അനിഴം നാളാണ് അടുത്ത ദിവസം. അനിഴം നാളിൽ ആറന്മുള വള്ളം കളിയുടെ കോപ്പുകൂട്ടലാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവ പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രാദേശികമായി ഓരോ കരക്കാരുടെയും ഉടമസ്ഥതയിലുള്ളതാണ് ഈ പള്ളിയോടങ്ങൾ. ഓണത്തിലെ വള്ളം കളിയുടെ വീറും വാശിയും ഓണചരിത്രത്തിലെ ഒരു പ്രധാന ഏട് തന്നെയാണ്. വള്ളംകളി മത്സരത്തിൽ വാശിയിൽ തുഴയെറിയുന്ന ഓരോ വള്ളക്കാരുടെയും ആവേശവും തിമിർപ്പും രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. ടിവിയിലെങ്കിലും മിക്കവരും വള്ളംകളി മത്സരങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓണത്തിന്റെ 6ാം നാളായ തൃക്കേട്ട എത്തുമ്പോഴേക്കും നമ്മൾ ഓണത്തിന്റെ ആഘോഷ തിരക്കുകളിലേക്കൊക്കെ പൂർണ്ണമായും എത്തിച്ചേർന്നിരിക്കും. വാങ്ങിവെച്ചിരിക്കുന്ന ഓണക്കോടികൾ മുതിർന്നവർക്ക് എത്തിക്കാനും കുടുംബാംഗങ്ങളെ കാണാനും തറവാടുകളിലേക്ക് ഒരു സന്ദർശനത്തിനും ഒക്കെ സാധാരണയായി മുൻപ് പോയിക്കൊണ്ടിരുന്ന ദിവസമാണ് തൃക്കേട്ട. ഇന്നും ഈ രീതി പിന്തുടരുന്നവരുണ്ട്. അടുത്ത 2 ദിവസങ്ങൾ മൂലവും പൂരാടവും ഒക്കെ എത്തുമ്പോഴേക്കും ഓണാഘോഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട്. വീടുകളിലെ അടുക്കളകൾ സജീവമാകുന്ന ദിവസങ്ങളാണ്.
പറമ്പിൽ നിന്ന് വെട്ടിയ നേന്ത്രക്കായ കൊണ്ട് തന്നെ 4 പെരിയും ശർക്കര പുരട്ടിയും തയ്യാറാക്കുന്നു. ഓണത്തിന്റെ മാത്രം സവിശേഷമായ ചീട അഥവാ കളിയടക്ക ഉണ്ടാക്കുന്ന ഒരു തിരക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഉലുവ മാങ്ങാക്കറിയും ഓണത്തിന് മാത്രം നമ്മൾ സാധാരണ വെക്കുന്ന വലിയ കറി നാരങ്ങ കൊണ്ടുള്ള പ്രത്യേക സ്വാദിലുള്ള നാരങ്ങാക്കറിയും ഇഞ്ചിക്കറിയും ഒക്കെ തയ്യാറാക്കുന്ന ഒരു ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു തലത്തിലേക്ക് ഓണാഘോഷങ്ങൾ ഉയരുന്നുവെന്ന്. കാരണം എവിടെ ചെന്നാലും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഗന്ധം അന്തരീക്ഷത്തിൽ കലർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാവും. ഓണപ്പാട്ടുകളും ഓണത്തിന്റെ ഒരുക്കങ്ങളുമായി നമ്മളും ഒപ്പം ചുറ്റുപാടുകളും തിരക്കുകളിലേക്ക് മാറുകയാണ്. അടുത്ത ദിവസമാണ് ഉത്രാടം. എത്രയൊക്കെ വളർന്ന് ഉയരങ്ങളിലെത്തിയാലും നാട്ടിൽ നിന്ന് എത്ര അകന്ന് ജീവിച്ച പ്രവാസിയാണെങ്കിലും ചെറുപ്പകാലത്ത് കണ്ടു ശീലിച്ച ഉത്രാടപ്പാച്ചിൽ ഓർമ്മകളെ തൊടാതെ ഒരു മലയാളിയുടെയും ഉത്രാടം കടന്നു പോവില്ല. ഉത്രാട സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുലരുന്നത് തിരുവോണത്തിലേക്കാണ്. തിരുവോണ ദിവസം മുൻപൊക്കെ കേരളത്തിലെ മിക്ക വീടുകളിലും കന്നുകാലികൾ ഉണ്ടാകുമായിരുന്നു. നമ്മൾ കുളിച്ച് റെഡിയാകുന്ന ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ തൊഴുത്തിലെ കന്നുകാലികളെയൊക്കെ കുളിപ്പിച്ച് കുറി തൊടിയിച്ച് സുന്ദരനും സുന്ദരിമാരുമാക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓണസദ്യയുടെ തിരക്കുകൾ കഴിഞ്ഞ്, ഓണസദ്യ തയ്യാറാക്കുന്ന തിരക്കുകൾ കഴിഞ്ഞ് നമ്മൾ ഉണ്ണും മുൻപ് തന്നെ തൊഴുത്തിലെ കന്നുകാലികൾക്ക് അന്ന് ആഹാരം കൊടുക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ സന്ധ്യ ആവുന്നതിന് മുൻപ് അന്മ ചെയ്തിരുന്ന ഒരു കാര്യം കണ്ട ഓർമ്മ നിറയുണ്ട്. ഉറുമ്പിനൂട്ടുക. ശർക്കരയും ചോറും തേങ്ങയും ചേർത്ത് കുഴച്ച ഉരുളകൾ 10-12 വലിയ പ്ലാവില തുടച്ച് വൃത്തിയാക്കി അതിൽ ഈ ഉരുട്ടിയ ഒരു ഉരുളയും ഒരു തിരിയും വെച്ച് അമ്മ പറമ്പിന്റെ 4 മൂലകളിലും വീടിന്റെ പുറത്തെ മൂലകളിലും അടുക്കളയിലും വർക്കേറിയ, കിണറ്റുകര, അരകല്ല്, ആട്ടുകല്ല്, ഗേറ്റിന്റെ 2 വശങ്ങളിലും ഒക്കെ എടുത്ത് വെക്കുമായിരുന്നു. ഉറുമ്പിനൂട്ടാൻ പോകുമ്പോൾ സഹായത്തിന് നമ്മളെയും വിളിക്കും. കുട്ടികളായിരിക്കുമ്പോൾ കളിയുടെ തിരക്കിലോ അല്ലെങ്കിൽ TV-യുടെ മുമ്പിലോ ആകുമ്പോൾ ഈ വിളി കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുമെങ്കിലും അമ്മയുടെ വഴക്കു പേടിച്ച് ഒന്നും പറയാൻ നിൽക്കാതെ കൂടെ ചെല്ലുമായിരുന്നു. ഇപ്പോൾ മുതിർന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഒരു ആഘോഷ ദിവസമൊക്കെ വരുമ്പോൾ എത്ര ചെറിയൊരു ജീവിയാണെങ്കിലും അതിനെയും നമ്മൾ സമഭാവനയോടെ കാണാനും ആ ഒരു കരുതൽ നമുക്കുണ്ടാവണം എന്ന് എത്ര അനായാസം പറയാതെ പറഞ്ഞു തന്ന ഒരു തലമുറയായിരുന്നു അത് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. തിരുവോണ ദിനത്തിൽ നമ്മളെ കാണാൻ വരുന്ന മഹാബലിയെ അതിമനോഹരമായി സ്വീകരിക്കാനുള്ള മലയാളിയുടെ ആഗ്രഹത്തിന്റെ പേരുകൂടിയാണ് ഓണം. ഇന്നത്തെ ഓണവിശേഷങ്ങൾ നമുക്കിവിടെ നിർത്താം. നാളെ